രാവിലെ ഞങ്ങൾ കാവടി തുള്ളി പോകുന്നത് ഒരു എക്സാം എഴുതാനാണ് കേട്ടോ. പോയിട്ട് മുട്ടയൊക്കെ കിട്ടിയെങ്കിലും നമ്മുടെ വിശപ്പിൻ്റെ ഇവിടെ വന്നപ്പം നമ്മുടെ MG റോഡിലുള്ള അരിപ്പയിലോട്ട് അങ്ങോട്ട് നേരെ വിട്ടു. 12:30 ആയപ്പം ചെന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ തിരക്കില്ലാതെ തന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. പക്ഷേ അത് കഴിഞ്ഞിട്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഫുൾ ഫില്ലായി. ഇഷാനാണെങ്കിൽ ഫോണും നോക്കി അവിടെ കിടന്നുകൊണ്ടാണ് വീഡിയോസ് കാണുന്നത്. കൂടെ റീനയുണ്ട് കേട്ടോ. എത്ര നാളായെന്നറിയോ ഞങ്ങൾ ഇങ്ങനെയൊരു ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ചിട്ട്. ഞാൻ ഓർഡർ ചെയ്ത സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പാണ്. ഇഷാനിക്കാണെങ്കിൽ ക്രീമി ചിക്കൻ സൂപ്പും. ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റാഞ്ഞതുകൊണ്ടുണ്ടല്ലോ, സൂപ്പ് കിട്ടിയപ്പോൾ ആക്രാന്തപ്പെട്ട് നല്ല ചൂട് സൂപ്പായിരുന്നു. കുടിച്ച പാടെ അണ്ണാക്കൊക്കെ പൊള്ളിപ്പോയി. എന്നാലും പിന്നെ ഞാൻ ഇത്തിരി ഊതിയൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ മെയിൻ ഐറ്റംസ് വന്നു. നൂഡിൽസ്, അവരുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ, ആലപ്പി ചിക്കൻ കറി, പൊറോട്ട, ബിരിയാണി, പുട്ട്, ഇത്ര സാധനങ്ങളാണ്. ഇഷാനിക്കായിരുന്നു ബിരിയാണി. ഇഷാന് നൂഡിൽസ്, അമലുവിന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായി പൊറോട്ട മതി എന്നുള്ളത്. പിന്നെ ഞാൻ പുട്ടും പൊറോട്ടയൊക്കെ വെച്ച് മിക്സ് ചെയ്തു. റീനയ്ക്ക് പിന്നെ സ്പെഷ്യലായിട്ട് അങ്ങനെ ഒരു കാര്യം വേണ്ട. അവൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കുറേശ്ശെ കഴിക്കുക ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളിതെല്ലാം നല്ല ക്രീമി ചിക്കൻ്റെ കൂടെ ഈ പുട്ട് കുഴച്ച് കഴിക്കാൻ, ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന കാഷ്യൂനട്ടും എല്ലാം കൂടെ അടിപൊളിയായിരുന്നു. ആദ്യം ഞങ്ങൾ മീൽസ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഓർത്തപ്പത്തനുണ്ടല്ലോ, ഇതെല്ലാം വേസ്റ്റ് ആവും. ഇതാകുമ്പോൾ ഉള്ള സാധനങ്ങൾ എല്ലാവരോടും ഷെയർ ചെയ്ത് കഴിച്ചോളും. ഇത്രയും കഴിച്ചപ്പോൾ തന്നെ മനുഷ്യൻ്റെ ഇടപാട് തീർന്നു. അവരുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ, പറയാതിരിക്കാൻ വയ്യ. അത് അതിൻ്റെ ഒരു കോട്ടിങ് കാണാൻ നല്ല രസമായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ ഷെയർ ചെയ്ത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എക്സാമിന് പോയ ആ ക്ഷീണമൊക്കെ അങ്ങോട്ട് മാറി. പിന്നെ അങ്ങോട്ട് ഉറങ്ങിയാൽ മതി എന്നൊരവസ്ഥയായി. പിന്നെ ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഓർത്തു, എന്നാൽ പിള്ളേർക്ക് ഇതിൻ്റെ കൂടെ ഡെസേർട്ട് എന്തെങ്കിലും വേണ്ടേ. അങ്ങനെ ഞങ്ങൾ മാംഗോ ജ്യൂസ്, അതേമാതിരി ലൈം ജ്യൂസ്, ഞാൻ പിന്നെ ഫ്രൂട്ട് സലാഡ്. ആ സമയത്ത് എൻ്റെ തൊണ്ട വയ്യാതിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫ്രൂട്ട് സലാഡ് വിത്തൗട്ട് ഐസ്ക്രീമാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ നമ്മുടെ ജ്യൂസും ഫ്രൂട്ട് സലാഡും ഒക്കെ വന്നു. ജ്യൂസ് വളരെ നല്ലതായിരുന്നു. പക്ഷേ ഫ്രൂട്ട് സലാഡ് അവരെനിക്ക് തോന്നുന്നു ഫ്രൂട്ട്സ് കട്ട് ചെയ്തത് ഓനിയൻ കട്ട് ചെയ്ത സെയിം നൈഫ് കൊണ്ടിട്ടാണെന്ന് തോന്നുന്നു. അതിൻ്റേതായ ഒരു സവോള അരിയുമ്പോൾ ഒരു മണമുണ്ടല്ലോ, അത് ഫുൾ ഉണ്ടായിരുന്നുകൊണ്ടിട്ട് എനിക്കത് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് അവിടെ നിന്ന് മിച്ചം വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ബാക്കി എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.